ഇപ്പോൾ തന്നെ പ്രതിപക്ഷ സംഘടനകൾ MSFന്റെ ഒക്കെ നേതൃത്വത്തിൽ കോഴിക്കോടൊക്കെ വലിയ പ്രതിഷേധം നടക്കുകയാണ്. PM ശ്രീയിൽ ഒപ്പിട്ട സർക്കാരിന്റെ നടപടിക്കെതിരെ MSF കോഴിക്കോട് പ്രതിഷേധിക്കുന്നു. MSFും ഫ്രറ്റേണിറ്റിയുമുള്ള ഒരു പ്രതിഷേധമാണ് കോഴിക്കോട് നടക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. അനീസ് അലി വിവരങ്ങൾ നൽകും. അനീസ് അലി, പ്രതിപക്ഷ സംഘടനകളൊക്കെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിക്കഴിഞ്ഞു. വിദ്യാർത്ഥി സംഘടനകൾ പ്രത്യേകിച്ചും എവിടെയാണ് MSFന്റെയും ഫ്രറ്റേണിറ്റിയുടെയും പ്രതിഷേധം നടക്കുന്നത്? ഫ്രറ്റേണിറ്റിയുടെ പ്രതിഷേധം അരമണിക്കൂർ മുമ്പ് മാവൂർ റോഡ് ജംഗ്ഷനിൽ സമാപിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഇപ്പോൾ നടക്കുന്നത് MSFന്റെ പ്രതിഷേധമാണ്. കോഴിക്കോട് ലീഗ് ഹൗസിൽ നിന്ന് പ്രതിഷേധവുമായി എത്തിയ പ്രകടനക്കാർ ഇപ്പോൾ ഈ മാവൂർ റോഡ് ജംഗ്ഷനിൽ റോഡ് ഉപരോധിക്കുകയാണ്. പിണറായി വിജയന്റെ കോലവുമായാണ് പ്രവർത്തകർ ഇവിടേക്ക് മാർച്ച് നടത്തിയത്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ വസ്ത്രം ധരിച്ച, പ്രധാനമന്ത്രിയുടെ മുഖം ധരിച്ച ഒരാളുടെ കാൽ തുടച്ചു കൊടുക്കുന്ന പിണറായി വിജയനേതുപോലുള്ള പ്ലോട്ടുകളും അവർ അവതരിപ്പിച്ചു. എന്തായാലും ഇപ്പോൾ കോലം കത്തിക്കാൻ വേണ്ടിയാണ് പിണറായി വിജയന്റെ കോലം ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ MSFന്റെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഈ റോഡ്, തിരക്കേറിയ റോഡാണ്, ഈ റോഡ് ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് നിലവിൽ അറസ്റ്റ് ചെയ്തു നിൽക്കുകയോ മറ്റു നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ല. പ്രവർത്തകർ ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതോടുകൂടി സംസ്ഥാന സർക്കാർ സംഘപരിവാറിനെ കീഴടങ്ങിയിരിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയെ സംസ്ഥാന സർക്കാർ RSSന് തീരെഴുതിയിരിക്കുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം ആരംഭിച്ചത്. MSFന്റെയും അതുപോലെ തന്നെ ഫ്രറ്റേണിറ്റിയുടെ ഒക്കെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇന്ന് പ്രതിഷേധമുണ്ടായത്. ഫ്രറ്റേണിറ്റി പ്രവർത്തകർ 5 മിനിറ്റിലധികം നേരം ആ റോഡ് ഉപരോധിച്ചു. അതോടുകൂടി അവരെ അവിടെ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കുകയായിരുന്നു. അവർ പറഞ്ഞത് ഈ വിദ്യാഭ്യാസ മേഖലയെ, സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ മേഖലയെ RSSന് തീരെഴുതുന്നതോടുകൂടി കേരള ജനതയെ വഞ്ചിക്കുകയാണ്. കേരളത്തിന്റെ ഒരു മതേതര പാരമ്പര്യത്തെ, അതുപോലെ വളർന്നു വരുന്ന ഒരു തലമുറയെ വർഗീയവൽക്കരിക്കുന്നതിനുള്ള ആസൂത്രിത നീക്കമാണ് PM ശ്രീ പദ്ധതി എന്നത് എല്ലാവർക്കും അറിയാമെന്നിരിക്കെ അതിന് ഒപ്പുവെക്കുകയും അതിൻ്റെ എല്ലാ വ്യവസ്ഥകൾക്കും കീഴടങ്ങുകയുമാണ് സംസ്ഥാന സർക്കാർ ചെയ്തിരിക്കുന്നത്. മുന്നണിയിൽപ്പെട്ട ആളുകളുടെ, ഘടകകക്ഷികളുടെ പോലും അഭിപ്രായങ്ങളെ മുഖവിലക്കെടുക്കാതെയാണ് ഇങ്ങനെ ഈ പദ്ധതിയുമായി ഏകപക്ഷീയമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. അത് ശരിയായി RSSനുള്ള വിടുപണിയാണ് എന്നാണ് ഈ സംഘടനകൾ ആരോപിക്കുന്നത്. എന്തായാലും ഇന്നലെ ഒപ്പുവെച്ചോടുകൂടി തന്നെ ഇന്ന് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധ പരിപാടികളാണ് നടക്കുന്നത്. ഇത് ആരംഭിച്ചു കഴിഞ്ഞു. ഇതിപ്പോൾ തുടക്കം മാത്രമാണ്. ഏതായാലും സംസ്ഥാനത്ത് വലിയ തരത്തിലുള്ള വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ MSFന്റെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ഇത് കത്തിക്കാനുള്ള പെട്രോൾ, ഈ പിണറായി വിജയന്റെ കോലം കത്തിക്കുന്നതിനുള്ള പെട്രോൾ അടക്കമുള്ള സംവിധാനങ്ങളുമായാണ് പ്രവർത്തകരോട് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. പ്രവർത്തകർ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെയാണ് വിദ്യാർത്ഥി യുവജന സംഘടനകളൊക്കെ പ്രതിഷേധിച്ച് തെരുവിലിറങ്ങിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കോലവുമേന്തി കോഴിക്കോട് ലീഗ് ഹൗസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം മാവൂർ റോഡ് ജംഗ്ഷനിലെത്തി റോഡ് ഉപരോധിക്കുന്നതാണ് കണ്ടത്. പോലീസ് സന്നാഹമൊക്കെ സ്ഥലത്തുണ്ട്. വലിയ പ്രതിഷേധത്തിലേക്ക് വിദ്യാർത്ഥി സംഘടനകളൊക്കെ പോകുന്നത് തന്നെയാണ് കണ്ടത്. നേരത്തെ SFIയുടെ അടക്കം പ്രതികരണങ്ങൾ വന്നിരുന്നു. ഈ PM ശ്രീയിൽ ഭാഗമായതിൽ ആശങ്കയുണ്ടെങ്കിൽ പോലും മറ്റ് സംഘപരിവാർ അജണ്ടകൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തെ തടയുമെന്നുള്ള പ്രതികരണമായിരുന്നു SFIയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് പ്രതിഷേധിക്കുന്ന ആളുകളെ പിടിച്ചു മാറ്റാനുള്ള പോലീസിന്റെ ശ്രമം കൂടി കാണുന്നുണ്ട്. അനീസ് അലി, എന്താണ് നടക്കുന്നത്? അത് ഫ്രറ്റേണിറ്റി പ്രവർത്തകരെ പിടിച്ചു നീക്കിയതാണ്. അവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഏതായാലും അവർ റോഡ് ഉപരോധിക്കുകയായിരുന്നു. ആ റോഡ് ഉപരോധിച്ചതിന് ശേഷം 5 മിനിറ്റിലധികം നേരം ആ റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. ഇപ്പോൾ പക്ഷേ ആ ഫ്രറ്റേണിറ്റിയുടെ പ്രതിഷേധ സമരം അവസാനിച്ചിരിക്കുന്നു. അവർ പക്ഷേ അറസ്റ്റ് ചെയ്ത് നീക്കുമ്പോഴും വാഹനത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് ഇതുകൊണ്ട് തീരില്ല, തങ്ങളുടെ സമരം ഈ പദ്ധതിയിൽ നിന്ന് പിന്നാക്കം പോകുക എന്നത് മാത്രമേ ഇനി തങ്ങളുടെ സമരം അവസാനിപ്പിക്കാൻ മാർഗമായുള്ളൂ. തങ്ങൾ ഈ സമരം കൊണ്ട് അവസാനിപ്പിക്കില്ല എന്നവർ പറഞ്ഞുകൊണ്ടാണ് അറസ്റ്റ് വരിച്ചത്. എന്തായാലും ഇപ്പോൾ MSFന്റെ പ്രതിഷേധ പ്രകടനമാണ് ഇവിടെ നടക്കുന്നത്. MSF അതിശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ MSF പ്രവർത്തകർ ഈ റോഡ് ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ MSF റോഡ് ഉപരോധിച്ച് പ്രതിഷേധിക്കുകയാണ് കോഴിക്കോട്.